ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ്. ഈ വീഡിയോ ഇന്നലെയാണ് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ വോയിസ് ഇടാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ട് വോയിസ് ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതിനും പറ്റിയില്ല. ആരോഗ്യം അനുവദിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റു. അമ്മ എഴുന്നേറ്റ് വീട്ടിലോട്ട് പോവുകയാണേ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ആയിരുന്നുകൊണ്ട് പള്ളിയിൽ പോകാൻ നല്ല ഉത്സാഹം തോന്നി കേട്ടോ. അപ്പോൾ ചായയൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിയങ്ങളോടൊരു കാര്യം പറയാട്ടോ, ഇതിനകത്ത് വോയിസ് ക്ലിയർ ആണോ, സൗണ്ട് ഉണ്ടോ, സൗണ്ട് കൂടുതലാണോ എന്നൊന്നും എനിക്കങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ എനിക്ക് എൻ്റെ ചെവിയിൽ വെള്ളം കയറി കേട്ടോ. കുളിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിട്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ഞാൻ വോയിസ് ഇടാഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ ഇത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും ക്ലിയർ അല്ല. എനിക്ക് എൻ്റെ വോയിസ് തന്നെ ക്ലിയർ ആണോ, നിങ്ങൾക്ക് സൗണ്ട് കൂടുതലുണ്ടോ കുറവാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുവാണ്. രാവിലെ ഡോക്ടറെ കാണാൻ പോകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങുവാണ്. മോനുകുട്ടന് സൺഡേ സ്കൂളുണ്ട്. 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് സൺഡേ സ്കൂൾ കഴിയുന്നത്. അപ്പം നല്ല വെയിലായതുകൊണ്ട് ഞാനൊരു ഓട്ടോ പറഞ്ഞു വിട്ടിട്ടാണ് മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അന്ന് ചായ എടുത്ത് മോനുകുട്ടനാണ്. മോനുകുട്ടൻ സൺഡേ സ്കൂളിൽ ഇരിക്കും കേട്ടോ. പിന്നെ ഇന്നലെ ചിക്കൻ എടുത്തായിരുന്നല്ലോ, അത് ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ചാറാക്കി ബ്രെഡും കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലിരിക്കുവാണെന്നുണ്ടെങ്കിൽ വിശപ്പില്ല. പക്ഷെ ഇതുപോലെ എങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞ് എനിക്കങ്ങ് വിശപ്പാ, കഴിക്കണമെന്ന് തോന്നുന്നു. ചിക്കനത്തേക്കൊക്കെ ചിക്കനുണ്ട്. പിന്നെ ചോറ് അമ്മ വെച്ച്, അമ്മ അരിയിട്ടു. പിന്നെ എന്തായാലും ഒരു ഒഴിച്ചുകൂട്ടാൻ വെക്കണം. അതെന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നോക്കട്ടെ. ചിലപ്പോൾ ഒരു കുഞ്ഞി സാമ്പാറോ, അങ്ങനെ കഷ്ണമൊന്നുമില്ല, എല്ലാം കൂടെ ചുമ്മാ പരിപ്പൊക്കെ ഇട്ട് കുഞ്ഞി സാമ്പാറോ. അമ്മ കഴിഞ്ഞ ദിവസം പരിപ്പും സവാളയും ഒക്കെ അരിഞ്ഞൊരു കറി വെച്ചായിരുന്നു. അത് ഞാൻ അത്താഴം വിളമ്പുന്നതിനകത്ത് കാണിച്ചപ്പോൾ ഒരാൾ കമന്റ് ഇട്ട് വല്ലാത്ത ഒഴിച്ചു കൂട്ടാനെന്ന്. ഇവിടെ ഞങ്ങള് കറികളൊന്നും ഇല്ലാത്തപ്പം ഈ സാമ്പാർ പരിപ്പും സവാളയൊക്കെ അരിഞ്ഞ് ചുമ്മാ ഒരു ഒഴിച്ചുകൂട്ടാൻ വെക്കാറുണ്ട് കേട്ടോ. ഒഴിച്ചുകൂട്ടാൻ തന്നെയാണ്, അങ്ങനെ ഒരു ഒഴിച്ചുകൂട്ടാനുണ്ട്. അപ്പം അതുപോലെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടണം ഇന്ന് ഉച്ചക്കലത്തേടെ ഒക്കെ ഒന്ന് പറഞ്ഞു വിടാം. പിന്നെ കുറേ നാളായി നമ്മള് വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കിയിട്ട്. ചിലപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കുവാണെങ്കിൽ സുമാറുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. വൈകിട്ടത്തേക്ക്, രാത്രിയിലത്തേക്ക്. മോനുകൂട്ടൻ ഒത്തിരി ദിവസമായി പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്. ഇന്ന് സൺഡേ സ്കൂളിൽ പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ. ഓരോരുത്തരുടെയും നേർച്ചയാണ് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം. മോനുകൂട്ടൻ ഇന്ന് അത് മേടിക്കാൻ അവിടെ നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. എന്തോ അറിയത്തില്ല, വല്ലാത്തൊരു വിഷമം തോന്നി ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് വൈകിട്ട് പൊറോട്ട ഉണ്ടാക്കാം. അവന് പൊറോട്ടയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ വയറ് നിറച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കാൻ വേറെ ആരോ ഉള്ളതല്ലേ. എനിക്ക് ഇച്ചിരിയും കറിയും ഞാൻ എടുത്തോളാം. എന്റെ ബാക്കി ഇതൊന്ന് ഇട്ട് വെക്കാൻ ഒരു ടിന്ന് നോക്കിയത്. ഇതിനെ ഒരു ടിന്നൂടെ വെച്ചിരുന്നു, അത് എന്ത് ചെയ്യുന്ന കണ്ടില്ല. ഇവിടെ ഇപ്പൊ പാചകക്കാരൻ മോനുകുട്ടനായോണ്ട് എന്തൊക്കെയാ എവിടൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാം എടുത്ത് മാറ്റി മറിച്ചു. ഓട്ടോ പറഞ്ഞു വിടാമെന്നോർത്താ സൺഡേ സ്കൂൾ കഴിഞ്ഞ് മോനുകുട്ടനെ വിളിക്കാന്. നീ വയ്യ, ഞാൻ പറഞ്ഞില്ല, പ്രധാനമായിട്ട് ഈ ഡ്രസ്സ് മാറുന്ന വലിയ ഒരു ചടങ്ങ്. അതുകൊണ്ട് ഇതെല്ലാം മാറ്റിയിട്ട് വന്ന് കഴിക്കാം. ഇച്ചിരി ചാറൊക്കെ ആക്കിയിട്ടുണ്ട്. ഇച്ചിരി തേങ്ങാപ്പാൽ എടുത്ത് അതിനകത്ത് ഒഴിച്ചു കേട്ടോ. ഇച്ചിരിയേ എടുത്തുള്ളൂ, മോനുകുട്ടനില്ലല്ലോ, എനിക്ക് മാത്രം മതിയല്ലോ. ഓ കഴിക്കട്ടെ. കാപ്പിയും കൂടെ ഒഴിച്ച് നമുക്ക് കഴിക്കാം. എത്ര മിസ് കോളാന്ന് നോക്കിക്കേ. അമ്മ 5 തവണ, മുത്ത്, കുക്കു, മാമൻ എല്ലാവരെയും വിളിക്കട്ടെ കേട്ടോ. അമ്മ വിളിച്ചത് മുരിങ്ങേല എടുത്തിട്ട് വരാനും, മുരിങ്ങേല കറി വെക്കാം, മുരിങ്ങേല എടുത്തുകൊണ്ട് വരാൻ പറയാൻ വിളിച്ചത്. മുത്തിനെയും കുക്കുവിനെയൊക്കെ വിളിക്കട്ടെ. ഇനി മാമനെ വിളിക്കാം. മാമൻ എന്തിനാ വിളിച്ചേന്ന് ചോദിക്കാം.
വെക്കാനുള്ള ആലോചനയിൽ അവസാനം നമ്മൾ എത്തപ്പെട്ടത് പരിപ്പ് കറി വെക്കാം. ഒരു തക്കാളി, ഒരു വലിയ സവാളയുടെ പകുതി ഇവിടെ ഇരിപ്പുണ്ടാണ്, അതും 2 കുഞ്ഞി ക്യാരറ്റും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നമുക്കൊരു ഒഴിച്ചു കൂട്ടാൻ വെക്കാം. വേറെ ഒന്നും മനസ്സിലങ്ങോട്ട് വരുന്നില്ല. വേറെ ഒന്നും പച്ചക്കറികളൊന്നും ഇരിപ്പില്ല. സാമ്പാർ വെച്ചാലും വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് ഇന്ന് ഇതാകുമ്പോൾ മോനുകുട്ടന് ഇഷ്ടമായി കാണും. അതുകൊണ്ട് ഇനി ഇത് വെക്കാം. വളരെ കുറച്ച്, കാരണം ക്യാരറ്റ് കിടന്ന് വാടിപ്പോയി. എന്നാലും ക്യാരറ്റിനോട് നമുക്കൊരു മമതയുണ്ട്, ഇച്ചിരി കൂടുതലുണ്ട്. ഞാൻ കിടക്കാഞ്ഞിട്ട് എന്തോ പോലെ. ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് മോനുകുട്ടൻ അപ്പോഴത്തേക്ക് വരും. ഒരു 10 മിനിറ്റ് കിടക്കാം. വെറലോറം എടുത്തില്ല. ഉടനെ എനിക്ക് പണി കിട്ടും. അതൊരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് അങ്ങോട്ട് വേവിക്കാൻ വെക്കാം. കല്ലുപ്പ് തീർന്നു, കുറച്ചുകൂടിയേ ഉള്ളൂ. കറിക്കുള്ളതൊക്കെ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോനുകുട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ മോനുകുട്ടൻ വന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്ന് കുറച്ച് മുന്തിരിങ്ങ ഇന്നലെ ഗോപികയുടെ അമ്മ കൊണ്ട് തന്നു എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ചുമ്മാ കഴിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അത് കഴിച്ചാൽ പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് ഇന്നലെ 2-3 എണ്ണം കഴിച്ചിട്ട് ബാക്കിയെടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് മോനുകുട്ടൻ വന്നു. അവൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പം കുക്കർ വിസിലൊക്കെ അടിച്ച് ഞാനതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നു. മോനുകുട്ടൻ ഇവിടെ കളിയും ബഹളമായിട്ട് നടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അമ്മയുടെ അടുത്ത് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോയി ബോളും എടുത്തോണ്ടേ. പിന്നെ ഞാൻ പോയി കിടന്നു. ഒരു 1-1.5 മണിക്കൂർ അവിടെ കിടന്നു. ഒറ്റ ഉറക്കം അങ്ങ് ഉറങ്ങി. പിന്നെ അപ്പോഴത്തേക്ക് എഴുന്നേറ്റപ്പോൾ വാഷിംഗ് മെഷീനകത്തെ തുണികളൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുറച്ചെടുത്ത് വിരിച്ചു. പിന്നെ കുറച്ച് തുണികൾ അല്ലാതെ വെളിയിൽ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിടണം. ബാക്കി തുണികളെല്ലാം ഞാൻ ഇവിടെ മുറ്റത്തെ അയവെള്ളിയിലും ഒക്കെ ആയിട്ട് വിരിച്ചിട്ടുണ്ട്. മോനുകുട്ടൻ്റെ ചെറിയ തുണികൾ ഒരുപാടുണ്ടായിരുന്നു. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മാറുന്നതല്ലാതെ വൈകിട്ട് വന്ന് കുളിച്ച് ഡ്രസ്സ് മാറും. പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ഡ്രസ്സ് മാറ്റമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇഷ്ടം പോലെ തുണികൾ മോനുകുട്ടൻ്റേത് കഴുകാനുണ്ടായിരുന്നു. നമ്മൾ മുഖം കഴുകുമ്പോഴോ കൈ കഴുകുമ്പോഴൊക്കെ ദേഹത്ത് ഷർട്ടിൽ വെള്ളം വീണ ഉടനെ അതങ്ങ് മാറ്റിയിട്ട് വേറെ എടുത്തിടണം. നനഞ്ഞിരിക്കുന്നത് അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഈ 2-3 തവണ അങ്ങനെയാണ് ഡ്രസ്സ് മാറുന്നത്. അതുകൊണ്ട് ഈ കൊച്ചു തുണികൾ ഒരുപാടുണ്ടായിരുന്നു. അത് വിരിക്കാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ തുണികളൊക്കെ കഴുകിയിട്ട് മുറ്റമൊക്കെ ഒന്ന് തൂത്ത്, വൈകിട്ടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുറ്റം തൂക്കാൻ പ്രയാസം. അതുകൊണ്ട് മുറ്റമൊക്കെ തൂത്ത് കരിയിലൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി തുണികളെല്ലാം കഴുകിയിട്ടു. മോനുകുട്ടൻ അന്നേരം അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചിട്ട് വന്നൊന്നുമില്ല. ഞാൻ ചോറുണ്ണാൻ നേരം ആയപ്പോൾ വിളിച്ചു. 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്കറിയത്തില്ല. ഞായറാഴ്ച എത്ര തീയതി എനിക്ക് ഇച്ചിരി മതിയോ? ഞാൻ മുന്തിരിങ്ങ കഴിച്ചില്ല. ഈ വെള്ളം നല്ലതാണ്. ലക്ഷ്മി ചേച്ചി തന്ന സാമ്പാർ കൂടി കേട്ടോ. കൊറേ നാളായി എടുത്ത് നോക്കട്ടെ. വെച്ചില്ല. ഇടയ്ക്ക് ചേച്ചി വിളിച്ചപ്പോഴൊക്കെ ചോദിച്ചാൽ സാമ്പാറാണോന്ന് ചോദിച്ചാൽ അല്ല, ഇതിനകത്ത് അർത്ഥമൊന്നുമില്ല കേട്ടോ. സാമ്പാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടാൻ പറ്റത്തില്ല. പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു സാമ്പാർ പോലെ. കുറച്ചു നേരം കിടന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. അന്നേരം കയറി കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. മോനിക്കോട്ടനെ തന്നെയല്ലേ ഉള്ളായിരുന്നു. മോനിക്കോട്ടൻ പിന്നെ അമ്മാനെ എടുത്തോട്ട് അങ്ങ് പോയി. എന്നോട് പിണങ്ങി പോയതാ.
കണ്ടിതാ ഇതെല്ലാം ഞാൻ ഉണ്ടല്ലോ പറഞ്ഞ അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് ഒരുപാട് വലിയ കറികളൊന്നുമില്ല. നമ്മളൊരു മടിച്ചി ഒഴിച്ചു കൂട്ടാൻ വെച്ചു. മടിച്ചി രസം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പരിപ്പ് കറി. അതിനെ സാമ്പാറെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉള്ളതൊക്കെ വെച്ച് നമ്മൾ വെറുതെ ഒരു ഒഴിച്ചു കൂട്ടാൻ വേണമല്ലോ, അതൊന്ന് വെച്ചതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ മേടിച്ചത് റോസ്റ്റ് ചെയ്ത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറുണ്ടു. മോനുകുട്ടന് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു, കാരണം സൺഡേ സ്കൂളിൻ്റെ അവിടെ ഇന്ന് പൊറോട്ടയും കറിയൊക്കെ ആയിരുന്നേ. അതുകൊണ്ട് അവനധികം വിശപ്പില്ലായിരുന്നു, കുറച്ചെങ്ങാണ്ട് ചോറേ ഉണ്ടുള്ളൂ. അതും വേണമെന്നൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചോറുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിച്ചതാട്ടോ. ചോറുമൊക്കെ ഉണ്ട്, കുറേ ജോലികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. എല്ലാം തീർത്ത് പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുക്കുവും കുഞ്ഞോനും കൂടി അമ്മയുടെ അടുത്ത് വന്നു. അപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. കുഞ്ഞോൻ ഇപ്പം നല്ലപോലെ നടക്കും കേട്ടോ. അപ്പം ഞാൻ അവർ വരുന്ന കണ്ടുകൊണ്ട് ചായയൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. 4 മണി 4:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര പണിയിലാട്ടോ, കണ്ടില്ലയോ ദേഹത്തെല്ലാം പൊടി. വേറൊന്നുമല്ല, കുറച്ച് മൈദ ഇരിപ്പുണ്ടായിരുന്നു വാങ്ങിച്ചത്. ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെക്കാൻ പോയി. ചായയൊക്കെ ഇട്ടു, അവനിങ്ങോട്ട് വരട്ടെന്ന് വിചാരിച്ചു അമ്മയുടെ അടുത്തോട്ട് പോയി. ഞാൻ ചായ ഒഴിച്ചില്ലായിരുന്നു. ഇത് കുഴച്ച് വെച്ചാൽ 1-2 മണിക്കൂർ വെച്ചിട്ട് നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാട്ടോ. എനിക്ക് മോനുകുട്ടനവിടെ പൊറോട്ട വാങ്ങിക്കാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അതുകൊണ്ടാട്ടോ, എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ അങ്ങനെ റെഡി ആക്കിയില്ല. ഒന്നാമത് കൈ വയ്യാത്തതുകൊണ്ട് അങ്ങനെ മെനക്കെടുത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ അതിനങ്ങ് തുനിഞ്ഞിറങ്ങി. പൊടിയിട്ടു, ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ പൊറോട്ടയുടെ ആ കളറില്ല, ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡ് വരത്തില്ല, അത് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ നല്ലതാണെന്നൊക്കെയാ പറയുന്നത്. അരക്കിലോടെ പാക്കറ്റ് ആയിരുന്നു അത്. നമുക്ക് കുറച്ചിത് പരത്താൻ നേരത്തൊക്കെ കുറെ പൊടി വേണമല്ലോ, അതിനുവേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കേട്ടോ. ഇനി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിനകത്ത് ഒഴിച്ച് മാവ് കുഴച്ച് വെക്കട്ടെ. മാവ് കുഴച്ചും ഈ കൗണ്ടർ ടോപ്പിലിട്ട് പൊടിയൊക്കെ എണ്ണയൊക്കെ തൂത്ത് പൊടിയൊക്കെ തൂത്ത് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ. പക്ഷെ ഇതിന് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചങ്ങ് കുഴയ്ക്കും കേട്ടോ. വയ്യനി കുഴയ്ക്കാം കേട്ടോ. എണ്ണയൊക്കെ തൂത്ത് നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. പൊറോട്ട നന്നായിട്ട് ഉണ്ടാക്കുന്നവരൊന്നും ഇതൊന്നും കണ്ട് എന്നെ ചീത്ത പറയരുത്. ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് നനമുള്ള തുണിയൊക്കെ വെച്ച് അങ്ങോട്ട് ഈ ടർക്കിയൊന്നും നമ്മള് വേറെ ഒന്നിനും എടുത്തതല്ല. പിന്നെ കളറൊക്കെ ഇച്ചിരി കുറവാ. ഇതിന് വേണ്ടിട്ട് മാത്രം മാറ്റി വെച്ചിരുന്ന ടർക്കിയ കേട്ടോ. അമ്മയുടെ പൊറോട്ട കേട്ടോ. അമ്മയുടെ പൊറോട്ട അത് കണ്ടപ്പോ എന്നോട് വന്ന് എനിക്ക് പഠിക്കാം. എഴുതാറ്റേ ഇനി പോവണ്ട കേട്ടോ. പോവല്ലേ കേട്ടോ. അവിടെ പോടുക, അവിടെ പോടുക. ഒരെണ്ണം ഇതാവുകയോ, ഒരെണ്ണം വാങ്ങിക്കതാ. രാമ എവിടെ പോവാ? രാമ എവിടെ പോവാ?
രാത്രിയിലത്തേക്ക് അപ്പൊ എന്തോ കറിയൊന്നുമില്ലേ? മുട്ട വാങ്ങിച്ചായിരുന്നോ ഇന്നലെ? ഇന്നലെ മുട്ട വാങ്ങിച്ചായിരുന്നോ? ഉം. മോനിക്കുട്ടന്റെ കുഞ്ഞുടുക്കും കൊള്ളാവോ? അച്ചച്ച ഉടുപ്പായിരുന്നു. അച്ചച്ച ഉടുപ്പായിരുന്നു. എന്റെ കുഞ്ഞോടെ കേട്ടോ, കുഞ്ഞോടെ കുഞ്ഞാവിന്റെ മോനിക്കുട്ടൻ ഞാൻ പറഞ്ഞാൽ അമ്മ അടിക്കുന്നുണ്ട്. കടലാന്നോ? മോന് കടക്കാരൻ. പൈസ ഉണ്ടോ? വേണോ അമ്മക്ക് നീത പ്രിയങ്ങൾക്ക്? പൈസ കേട്ടോ, ശരിയാണോ കൊതി വരും കഴിഞ്ഞിട്ട്. തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധി ആയതുകൊണ്ട് അമ്മ അവരോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൊറോട്ട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. എങ്ങനെയായി തീരുമെന്നൊന്നും അറിയത്തില്ല. ഇന്നത്തെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ മനോവിഷമത്തിൽ പൊറോട്ട നിർമ്മിക്കുകയാണ് നമുക്ക്. പൊറോട്ട പൂരിയാകുമോന്നൊന്നും അറിയത്തില്ല. ഉണ്ടാക്കുവായിരുന്നു. എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുക പൊറോട്ട കഴിക്കാൻ. ഏകദേശ കാണുമ്പോ പൂച്ച നടക്കണ പോലെ ഇവിടെ നടക്കുന്നൊക്കെ ഉണ്ട്. പൂച്ചക്കുട്ടികൾ രണ്ടെണ്ണം റെഡിയാക്കി. മൂന്നാമത്തെ ഇടുവാണ്. ചപ്പാത്തി പൊറോട്ട റെഡിയായി. പൊറോട്ടയും ചിക്കൻ കറി നമുക്ക് കഴിക്കാം. വേണ്ട എടുക്കപ്പാ, മാമി എടുത്തു വെച്ചേക്കുന്നു. പോയി കഴിക്കും. പൊറോട്ട കഴിച്ചിട്ട് എങ്ങനെയുണ്ട് മോനുകുട്ട? എങ്ങനെയുണ്ടാ? കഴിച്ചോടാ, അഭിപ്രായം പറ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടമ്മേ? എന്തോ സൂപ്പറാണ്. ആ നോക്ക കാരണവര് കൊള്ളാവോ? താങ്ക് യു. ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും കൂടി പങ്കുവെച്ച് അങ്ങോട്ട് കഴിച്ചു പൊറോട്ട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും നല്ലതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു ഗമയൊക്കെ വന്നു. അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ നമുക്ക് പറ്റുമ്പോഴൊക്കെ ഉണ്ടാക്കാം. മുത്ത് വിളിച്ചപ്പോൾ ഞങ്ങൾ പൊറോട്ട ഉണ്ടാക്കിയ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവന് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞേ. ഇങ്ങനെ ഓ അവരേതാണ്ട് പറഞ്ഞു.
ഓ അമ്മ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. പൂച്ച വല്ലായിരുന്നു പൂച്ച. ശോഷിച്ചിരിക്കുകയാണ്. എടാ പഠിക്കണം. അമ്മ വല്ലതും കഷ്ടപ്പെട്ടുണ്ടാക്കി തരുമ്പോ അങ്ങ് പൂച്ചമായിരുന്നു. ആ ഇന്നും ഞാൻ സാമ്പാർ വെച്ചു. ആ ഇസ്കു വേണം. ഇന്നത്തെ നിനക്ക് തിന്നാൻ ഇരിക്കുന്നതല്ല ഞാൻ ഇസ്കു. കുഞ്ഞു ഉറങ്ങി. പാവം അത് വന്ന് കേറി ഉറങ്ങി. മയക്കി കിടത്തി. അന്നേരം ചോദിച്ച് ഞാൻ അന്നേരം ചോദിച്ചു ഉറക്കുന്നതിന് മുമ്പ്. ഇച്ചിരി ഒരു എന്നാ കിടന്ന് ഉറങ്ങ, രാവിലെ പോണ്ടേ. ഉമ്മ എന്താണ് വാതർന്ന് പറയടാ ഉമ്മയെന്ന്. ചക്കര ഉമ്മ. ആ ശരിക്കുള്ള ഉമ്മയല്ലായിരുന്നു. ശരി. ഒരു കൊച്ചുറക്കമൊക്കെ കഴിഞ്ഞ് കുഞ്ഞോ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കുവിനോട് പറഞ്ഞ് ഇച്ചിരി ചോറ് കൊടുത്ത് നോക്കാൻ. 2-3 ഉരുളയൊക്കെ അവൻ കഴിച്ചു. അതുകൊണ്ട് ഒരുത്തി അവിടെ നിന്ന് വരച്ച് എന്റെ അലമാരിയെ കണ്ടില്ലേ? അങ്ങോട്ട് നോക്കിക്കേ. അയ്യോ ഈ അലമാരി കാണിച്ചു വെച്ചേക്കണ കണ്ടോ എന്റെ ഈശ്വരാ. അച്ചാച്ചൻ വരുമ്പം ഈ അലമാരിയുടെ പരുവം കാണുമ്പോ അവൻ മോനുകുട്ടനെ എടുത്ത് കുമ്മനിടിയിടിക്കും. നോക്കി 11 മണി ഞാൻ പറയാം പോയി കിടന്ന് ഉറങ്ങും. എന്നാലും ഇതെന്തൊരു കഷ്ടമായി പോയി ഇതെല്ലാം ഇങ്ങനെ വരച്ചു. ഇത് ഞാൻ ഈ അലമാരി എത്ര പൊളിഞ്ഞാലും ഞാനിവിടെ വെച്ചേക്കും. എന്തിനാന്നറിയോ? കുറച്ച് വലുതാകുമ്പോ കാണിക്കാം ഞാനിമോളെ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.